ലെക്ചേഴ്സ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കുറെ പേര് ചോദിക്കുന്ന ഞാൻ കണ്ടു മെസ്സേജ് ഇട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സസ് ബാക്കി എന്താ ചേച്ചി അപ്ലോഡ് ചെയ്യാത്ത CRPC അപ്ലോഡ് ചെയ്യോ, നിങ്ങളോടൊക്കെ ഞാൻ ക്ലാസ് ഇടാന്ന് പറഞ്ഞതാണ്. CRPC ഇടാന്നും ഫാമിലിയിലോ ഇടുവോ എൻവോൺമെന്റിലോ ഇടുവോ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ CPC ഇടുവോ എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അതർ ലോ സബ്ജക്ട്സിൽ നിന്നൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ അതും സ്കിപ്പ് ചെയ്യാതെ പോകേണ്ടതാണ്. പിന്നെ മാത്സിന്റെ ക്ലാസ്സസ് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. മാത്സിന്റെ ക്ലാസ്സസ്, മാത്സിന്റെ ഇംഗ്ലീഷിന്റെയും GKയുടെ ഒക്കെ ക്ലാസ്സസ് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇട്ട് പോകണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇരുന്നത്. പക്ഷെ റെക്കോർഡ് ചെയ്ത് ക്ലാസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം അത് ചില സാഹചര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ മഴയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ സൗണ്ടൊക്കെ കാരണം ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ എനിക്ക് കോളേജിൽ കുറച്ച് വർക്ക്സ് ഉള്ളത് കൊണ്ടുമായിരുന്നു. ഇപ്പോൾ കോളേജിൽ ലാസ്റ്റ് സെം ആയതുകൊണ്ട് തന്നെ ഡിസർട്ടേഷൻ്റെ കുറച്ച് വർക്ക്സ് ഉണ്ട്. അപ്പം നാളെ എനിക്ക് അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങൾ വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം, അപ്പം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. CRPC, CPC, അതോടൊപ്പം ബാക്കി ഫാമിലി ലോ, ഇങ്ങനെയുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ഇങ്ങനെ കുറച്ച് ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് അഡ്വക്കേറ്റ്സ് ആക്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും CPC എന്നൊക്കെ. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു അതർ ലോ സബ്ജക്ട്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാക്കിയുള്ള ലോ സബ്ജക്ട്സും അതോടൊപ്പം തന്നെ പിന്നെയുള്ള CRPC, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സസ് ഇട്ട് തീർക്കാനുള്ളതും ഞാൻ എടുക്കാനായിട്ട് സൂം മീറ്റിംഗ് വഴിയായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരെയും കൂടി നമുക്ക് സൂം മീറ്റിങ്ങിലേക്ക് പറ്റില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ഒരുപാട് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഫ്രീ ആയിട്ടാണെങ്കിൽ ഒരുപാട് കുട്ടികൾ വരാനായിട്ട് ചാൻസ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ ക്ലാസ് കണ്ട് മാത്രം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ് ബാക്കി കിട്ടാഞ്ഞിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും അത് ബാക്കി കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. എനിക്ക് ജസ്റ്റ് പേഴ്സണലി മെസ്സേജ് അയച്ച കുട്ടികളുണ്ട്, അങ്ങനെ എന്താ ചേച്ചി കോൺസ്റ്റിറ്റ്യൂഷന് ബാക്കി ഇടാത്തത്, CRPC ചേച്ചി ഇട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും അതോടൊപ്പം തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു 250 റുപ്പീസ് നമ്മളൊരു പേയ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്, 250 റുപ്പീസ്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ താല്പര്യമുള്ള കുട്ടികൾ മാത്രമായിരിക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുള്ളൂ എന്നുദ്ദേശിച്ചാണ് 250 റുപ്പീസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബാക്കി ക്ലാസ്സസും അതോടൊപ്പം തന്നെ CRPC, CPC, ഫാമിലി ലോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, എവിഡൻസ്, പിന്നെ പുതിയ 3 ലോസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസും നിങ്ങൾ നോക്കേണ്ടത്. ഇത്രയുമുള്ള ബാക്കി അതർ ലോ സബ്ജക്ട്സ് ഒക്കെ വരുന്നുണ്ട്, പോക്സോ ആക്ട് ഒക്കെ. അപ്പം അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് എന്താണ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നത് അതിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് നമ്മൾ സൂം മീറ്റിംഗിൽ വെനസ്ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ഓക്കെ, സാറ്റർഡേ. സാറ്റർഡേ അതിനു മുമ്പ് നമ്മൾ തീരും. ഡെയിലി ഇപ്പോൾ ഒരു 2 hours മോർണിംഗും ഈവനിങ് 2 hours വെച്ച് തീർന്നാൽ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് ഒക്കെ തീരുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ പേ ചെയ്തിട്ട്, ഗൂഗിൾ പേ നമ്പറും അത് തന്നെയാണ്, അപ്പോൾ ചെയ്ത് 250 റുപ്പീസ് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി വാട്സപ്പിൽ, ആ നമ്പറിൽ തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വെനസ്ഡേ തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ബാക്കി തീർക്കാനുള്ള ലോ സബ്ജക്ട്സ്, ബാക്കിയുള്ള IPC ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബാക്കി ക്ലാസ് ആണെങ്കിലും ടോട്ട്സും കോൺട്രാക്റ്റും ഒക്കെ നമ്മൾ ജൂറിസ്പ്രുഡൻസ് ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ജൂറിസ്പ്രുഡൻസിന് ഒരു ചെറിയ പോർഷനും കൂടി ഇടാനുണ്ട്, അത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് ക്ലാസ് ഇടാം, അത് ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്ത് തന്നെയായിരിക്കും. പിന്നെ മാത്സിൻ്റെ ക്ലാസ്സസിൽ എനിക്ക് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ആദ്യത്തെ ആ ഒരു ക്ലാസ് ഇട്ടതും മാത്സിൻ്റെ ഓരോ പാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞത്. നിങ്ങൾ ക്ഷമിക്കുക, കാരണം കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കോളേജിലെ വർക്ക്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ മാത്സിൻ്റെ ക്ലാസ്സസ് എല്ലാ പ്രോബ്ലത്തിൻ്റെയും ഓരോ ഫോർമാറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത്, വർക്ക് ആൻഡ് ടൈമിൽ എങ്ങനെയാണ്, അപ്പോൾ എല്ലാത്തിൻ്റെ ഓരോ ഫോർമാറ്റ് വെച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ മാത്സിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം വെനസ്ഡേ, തേഴ്സ്ഡേ ആയിട്ടുള്ള സമയങ്ങളിലായിട്ട്. GKയുടെയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2024 കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അടുത്ത വർഷം ആകുമ്പോഴേക്കും നമ്മൾ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആണെങ്കിലും അതോടൊപ്പം തന്നെ CRPC ഒക്കെ ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരാണ് എങ്കിൽ നിങ്ങൾ സൂം മീറ്റിങ്ങിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഗൂഗിൾ പേ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുക, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. വെനസ്ഡേ തൊട്ട് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ലോ സബ്ജക്ട്സും CRPC ഒക്കെ ഉള്ളത് നമ്മൾ ക്ലാസ് എടുത്തു തരും, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സസ്. അപ്പോൾ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ സോറി ചോദിക്കുന്നു. കാരണം കുറച്ച് തിരക്കുകളുള്ളത് കൊണ്ട് മാത്രമാണ്, ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണ്.